ഹലോ നമ്മൾ രാവിലെ തന്നെ ഷെഹനയുടെ കല്യാണത്തിന് പോകാനായിട്ട് അടിപൊളിയായിട്ട് റെഡിയായി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആദിലും മാപ്പയും ഫസ്റ്റ് തന്നെ സ്ഥലം വിട്ടിട്ടുണ്ട്. പിന്നെ നദീറയത്തെ ഇർഫാനും ഒക്കെ വീട്ടിലോട്ട് വന്നു. അങ്ങനെ ഞാനും നദീറയത്തെ ഇർഫാനും ഇക്കായും കൂടെ ഒരുമിച്ചാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും മഞ്ഞ, പച്ച, വയലറ്റ് അങ്ങനെ പല കളറിലായിട്ട് സ്വാഗത പാനീയങ്ങൾ സ്വാഗതമായി ഇരിക്കുന്നത് കണ്ടു കേട്ടോ. അതിൽ നിന്ന് ഓരോരുത്തരെ എടുത്ത് നമ്മളും കുടിച്ചും കൊണ്ട് അകത്തോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അഫ്സന കുറച്ച് നേരം വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് കേട്ടോ. ഓരോരുത്തരായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണല്ലോ നമ്മൾ ഇതുവരെ കാണാത്തവരെയും കണ്ടവരെയും ഒക്കെ കണ്ട് സംസാരിക്കുന്നത്. ഇതിനിടയിൽ ചെറുക്കനെയും പെണ്ണെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും കുട്ടി പട്ടാളങ്ങൾ ഇടിച്ച് നിരത്തി. അങ്ങനെ അവിടെ നിന്ന് വന്നു. അപ്പോൾ നമ്മുടെ സുമയ സാരിയെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ പപ്പടം, സലാഡ്, ചിക്കൻ ഫ്രൈ, പിന്നെ എന്താണ് അച്ചാർ എല്ലാം തയ്യാറായിട്ടിരിപ്പുണ്ട്. ഞാൻ ഉടനെ തന്നെ എല്ലാം പാത്രത്തിലോട്ട് എടുത്ത് വെച്ച് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണി എത്തിയിട്ടുണ്ട്. അങ്ങനെ ബിരിയാണി ഞാൻ ബീഫ് ആയതുകൊണ്ട് തന്നെ ചോറ് മാത്രമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ചോറ് മാത്രം വാങ്ങി അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഞാനാണെങ്കിൽ കഴിച്ചു കേട്ടോ. ചോറ് കഴിച്ച് തീരാറായപ്പോഴത്തേക്ക് ഐസ്ക്രീം എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ സീരിയൽ ആക്ട്രസ് ദിവ്യ ശ്രീധർ മേഡം വന്നിട്ടുള്ളത് അറിഞ്ഞത് കേട്ടോ. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അവർ ഇറങ്ങി പോയി കഴിഞ്ഞു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വന്നത്. അപ്പോൾ ചേട്ടത്തിയുടെ കൂടെ മോളുടെ കൂടെയൊക്കെ നിന്ന് നല്ലോണം ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ പെണ്ണും ചെറുക്കനൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ മാമയുടെ ചെറുമക്കൾ തമ്മിൽ ഭയങ്കര അടി കേട്ടോ. മൂത്തവൾ ഐസ്ക്രീം കഴിച്ചിട്ട് ഇളയവളടുത്ത് വന്ന് ചോദിക്കുകയാണ്. അവളാണെങ്കിൽ നീ പോന്ന് പറഞ്ഞ് ഓട്ടിച്ച് വിടുകയാണ്. അങ്ങനെ ആരൊക്കെ പറഞ്ഞിട്ട് സമാധാനമില്ലാത്ത അടിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വലിയക്കാരടുത്ത് പോയി കുറച്ച് നേരം നിന്ന് വർത്താനമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് മാമ വന്നപ്പോൾ പറഞ്ഞ് നമുക്കിവിടെ മുക്കോല പോയി ചായയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോ കട്ടൻ ചായയും പപ്സും ഉഴുന്നുവടയൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. ഞാനാണെങ്കിൽ പപ്സ് പകുതി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മാമയും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചതിന് ശേഷം മാമ നമ്മളെ പിന്നെ മണ്ഡപത്തിലോട്ട് കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ അടുത്ത വണ്ടിയിലോട്ട് കയറി മറവീട് കാണാനായിട്ട് ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോയ വഴിക്ക് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മഴയായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ മഴയൊക്കെ തോന്നു വന്നിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ, ഒരു പള്ളി മദ്രസ ഹാളിൽ. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ പെൺകുട്ടി ഇട്ടിരുന്ന ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി മുന്തിരി കളറ് സൂപ്പറായിരുന്നു. അങ്ങനെ അവളെയും ചെറുക്കനെയൊക്കെ കണ്ടതിന് ശേഷം നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ സുമയത വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ. അവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചായയും ഡ്രിങ്ക്സും ഒക്കെ അവിടെ നിന്നും കുടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം എല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഫുഡ് അടിക്കാൻ പോയി കേട്ടോ. ഉച്ചയ്ക്ക് കഴിച്ച ബിരിയാണി ദഹിച്ചിട്ട് പോലുമില്ല. എന്നാലും നമ്മൾ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അവർ ക്ഷണിച്ചതല്ലേ. അങ്ങനെ നമ്മൾ കഴിച്ചു. ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും അപ്പം പൊറോട്ട അങ്ങനെ പല സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നേ. രണ്ട് വീട്ടിലും നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. ഇന്ന് നല്ല ആഹാരമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളാണെങ്കിൽ കുറച്ച് സാലഡ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കഴിച്ചു. പിന്നെ അലുവ, പൊറത്തിച്ചക്ക, തണ്ണിമത്തൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും വിട്ടില്ല കേട്ടോ. അതും നമ്മളൊരു പിടി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ നമ്മൾ അരച്ച് കലക്കി കഴിച്ചും കൊണ്ട് നമ്മൾ അവിടെ നിന്ന് കഴിച്ച് അടുത്ത വണ്ടിക്ക് വീട്ടിലോട്ട് തിരിച്ചിട്ടുണ്ട്. വീട്ടിലോട്ട് എത്താറായപ്പോഴത്തേക്ക് നദീറയത്താക്കാണെങ്കിൽ ഒരു സോഡ കുടിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സോഡയും നാരങ്ങയും വാങ്ങിച്ചും കൊണ്ടുവന്ന് വീട്ടിലിട്ട് സോഡ നാരങ്ങ അടിച്ച് കുടിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.